കൊല്ലം പുനലൂരിൽ ക്ഷേത്രത്തിൽ വളർത്തുനായയുമായി എത്തിയ യുവാവിന്റെ പരാക്രമം. ക്ഷേത്രത്തിൽ അതിക്രമം കാട്ടിയ ശേഷം പോലീസ് ജീപ്പ് മറ്റൊരു വാഹനം ഉപയോഗിച്ച് ഇടിച്ച് തെറിപ്പിച്ച് പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ദേവൻ എന്ന സജീവാണ് ക്ഷേത്രവളപ്പിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റു. സ്റ്റേഷനിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു മണ്ണ് ദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ജീപ്പിൽ അൽസേഷൻ നായയുമായി വന്ന് വിഷയം ഉണ്ടാക്കുന്ന ഒരു അറിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നൈറ്റ് പെട്രോളിംഗ് പാർട്ടി അവിടെ ചെല്ലുന്നത്. ചെന്നപ്പോൾ ഒരു പട്ടിയും കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് കമ്മിറ്റി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചതിനെ കൊണ്ട് ആ വണ്ടിയിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നമ്മൾ ആ വണ്ടി മാറ്റിയിടിക്കുകയും അടുത്ത് വീട്ടിൽ പോകാൻ പുള്ളിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് കുറച്ച് നേരം അവിടെ വന്നതിന് ശേഷം സ്റ്റേഷനിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് തന്നെ പിന്നീട് ഒരു വിളി വരികയാണ്. അവിടെ ഒരു വണ്ടി അടിച്ചു തകർത്തു, മറ്റൊരു വണ്ടിക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു. അത് അറിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലെ ഗ്രേഡ് സേയുള്ള ഷാനവാസ് സാറ്, അനീഷ് എന്നുള്ള ഞാൻ, CPO നിഖിൽ, ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വാഹനത്തിൽ അമ്പലത്തിന് അടുത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇവൻ മേളിൽ പാർക്ക് ചെയ്തിരുന്ന ദേവൻ എന്ന് പറയുന്ന അൽസേഷൻ നായയുമായിട്ടുള്ള ഈ വാഹനം ഓടിച്ച് വന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിച്ച് തെറിപ്പിച്ച് നമ്മുടെ വാഹനം കറങ്ങി തിരിഞ്ഞു ഓഫായി നിൽക്കുന്ന സമയത്ത് വണ്ടി അമിത വേഗതയിൽ വീണ്ടും 2 പ്രാവശ്യം കൂടി ഇടിച്ച് വാഹനം മറിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയും ഇവൻ്റെ വണ്ടി പുറകോട്ട് പോയ സമയത്ത് നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി. അതിനുശേഷവും ഇവൻ കൊലവിളിയുമായി വീണ്ടും ക്ഷേത്ര ഗ്രൗണ്ടിലൂടെ നമ്മുടെ ഇടയിലൂടെ വണ്ടി ഓടിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ച് പിടവൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയാണ്. വിവരങ്ങളുമായി പുനലൂരിൽ നിന്ന് മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട്. മനോജ്, സാധാരണ എത്ര വലിയ ക്രിമിനലാണെങ്കിലും പോലീസിനെ കണ്ടാൽ ഒന്ന് ഭയം തോന്നും. പക്ഷേ ഒരു പോലീസ് വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു, പോലീസുകാരന് പരിക്കേൽക്കുന്നു. എന്താണ് ഈ ദേവൻ ഈ രീതിയിൽ പരാക്രമം കാട്ടാനുള്ള കാരണം? സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമേ, ഈ പോലീസുകാരന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഈ ദേവൻ എന്നയാൾ അവിടെ സൃഷ്ടിച്ചതെന്ന്. പിടവൂർ പുത്തൻകാവ് മഹാദേവ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്താഹത്തിന്റെ ഭാഗമായി ഭക്ഷണം തയ്യാറാക്കുന്ന പന്തലിലേക്ക് രാത്രി 12 മണിയോടെ ദേവൻ ഒരു ജീപ്പില് ഒരു വലിയ വളർത്തുനായുമായിട്ട് എത്തി അവിടെ ബഹളം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളും മറ്റുള്ളവരുമൊക്കെ ദേവനോട് ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളല്ലേ മാറി നിൽക്കണമെന്നൊക്കെ അഭ്യർത്ഥിച്ചെങ്കിലും കേൾക്കാതെ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ക്ഷേത്രം ഭാരവാഹികളും പാചകക്കാരും എല്ലാം കൂടി ചേർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് എത്തി ഒരു തരത്തിൽ ശാർമാക്കി വിടാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ പോലീസ് തിരികെ പോവുകയും ചെയ്തപ്പോഴാണ് അവിടെ കിടന്ന ഒരു വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും മറ്റൊരു വാഹനത്തിൽ പെട്രോൾ പോലുള്ള എന്തോ ദ്രാവകം ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് ഉടൻ തന്നെ അവര് പോലീസിനെ വിവരം അറിയിക്കുന്നു. ആ വന്ന പോലീസുകാർ തിരികെ അവിടേക്ക് മടങ്ങി എത്തുന്ന സമയത്താണ് അമിത വേഗതയിൽ ജീപ്പ് ഓടിച്ചു വന്ന് ദേവൻ ഓടിച്ചിരുന്ന ജീപ്പ് ഓടിച്ചുകൊണ്ട് വന്ന് ഈ പോലീസിന്റെ വാഹനത്തിലേക്ക് വലിയ തോതിൽ ഇടിച്ചു കയറുന്നു. അങ്ങനെ ഇടിയുടെ ആഘാതത്തിൽ വാഹനം ഒരു സൈഡിലേക്ക് നിരങ്ങി മാറുകയും വീണ്ടും റിവേഴ്സ് എടുത്ത് ഇടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിലുണ്ടായിരുന്ന 3 പോലീസുകാർ അവര് പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീണ്ടും നിരവധി തവണ ഈ വാഹനത്തിലേക്ക് ഈ ദേവന്റെ ജീപ്പ് കൊണ്ട് ഇടിച്ച് കയറ്റാൻ ശ്രമിക്കുകയും എന്നിട്ടും കലി തീരാതെ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഗ്രേഡ് SI ഷാനവാസ്, CPOമാരായ നിഖിൽ, അനീഷ് എന്നിവർക്ക് നേരെ ജീപ്പുമായി തെരഞ്ഞെടുക്കുകയും അവരവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ഈ അനിൽ എന്ന പോലീസ് ഓഫീസർക്കാണ് ഇപ്പോൾ പരിക്കേൽക്കുകയും പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. ക്ഷേത്ര പരിസരത്ത് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ദേവൻ അവിടുന്ന് പിന്നീട് ജീവമായി ഓടി രക്ഷപ്പെട്ടത്. ദേവനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് ദേവൻ പോകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. നിരവധി കേസുകളിൽ നേരത്തെ ഈ ദേവൻ പ്രതിയായിട്ടുള്ള ഒരാളാണ്. ഈ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നത് എന്താണെന്ന് ഇതുവരെ വ്യക്തമായ ഒരു ധാരണ നൽകുവാൻ ആർക്കും സാധിക്കുന്നില്ല. എന്തായാലും വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ദേവൻ അവിടെ സൃഷ്ടിച്ചത്.
തോമസ്. യെസ്, വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂരിലാണ് യുവാവ് വളർത്തുനായയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പോലീസിൻ്റെ ജീപ്പ് മറ്റൊരു വാഹനം ഉപയോഗിച്ച് ഇടിച്ച് തെറിപ്പിച്ചു. അതിനുശേഷം രക്ഷപ്പെട്ടു. പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ദേവൻ എന്ന സജീവനാണ് ക്ഷേത്ര പരിസരത്ത് പരാക്രമം കാട്ടിയത്.